നമസ്കാരം. എ.കെ. ആന്റണിയുടെ കാലത്തെ ശിവഗിരി പോലീസ് ആക്ഷനെ ചൊല്ലി നിലവിലുള്ള ശിവഗിരി മഠം ഭരണസമിതി രണ്ട് തട്ടിൽ. ആന്റണിയെ പിന്തുണച്ച് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ രംഗത്തെത്തിയപ്പോൾ മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ എതിർപ്പ് അറിയിച്ചു. ആന്റണി ഖേദം പ്രകടിപ്പിച്ചാലും ശിവഗിരിക്കോ ഗുരുദേവ വിശ്വാസികൾക്കോ ഏറ്റ മുറിവ് ഉണങ്ങുന്നതല്ലെന്ന് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദയും പ്രതികരിച്ചു. ആന്റണി സർക്കാർ ശിവഗിരിയെ സഹായിക്കുകയാണ് ചെയ്തതെന്ന് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് നടപടിയുണ്ടായത്. അത് അനിവാര്യമായിരുന്നു. ജയിച്ചു വന്നവർ ഭരണം ഏറ്റെടുക്കാൻ എത്തിയിട്ടും നടന്നില്ല. അനുരഞ്ജന ചർച്ചകൾ നടത്തിയിട്ടും വിജയിച്ചില്ല. പല ദുഷ്പ്രചരണങ്ങൾ അന്നുണ്ടായിരുന്നു. ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ ഒത്തുചേർന്നു. ശിവഗിരിക്ക് ദോഷം വരുമെന്ന് കണ്ടപ്പോഴാണ് കോടതി ഇടപെടലും പോലീസ് നടപടിയും ഉണ്ടായത്. നിയമസഭയിൽ നടന്ന ചർച്ചയിൽ രാഷ്ട്രീയം പറയാനില്ലെന്നും സ്വാമി സച്ചിദാനന്ദ വ്യക്തമാക്കി. മറ്റൊരു മാർഗവും ഇല്ലാതായതോടെയാണ് പോലീസ് നടപടി ഉണ്ടായതെന്നും അന്നത്തെ പ്രകാശാനന്ദ പക്ഷത്തുണ്ടായിരുന്ന സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ചില രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ ഒത്തുചേർന്ന് ശിവഗിരിക്ക് ദോഷം വരുമെന്ന് കള്ളപ്രചരണം നടത്തി. മറ്റൊരു മാർഗവും ഇല്ലാതായതോടെയാണ് പോലീസ് നടപടിയുണ്ടായത്. സഭയിലെ ചർച്ചയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം പറയാനില്ലെന്നും ശിവഗിരിയെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്നും മഠാധിപതി ആവശ്യപ്പെട്ടു. പോലീസ് നടപടിയിൽ ഗുരുദേവ പ്രതിമ തകർന്നെന്ന വാദം തെറ്റാണെന്നും ഫോട്ടോ എടുക്കാനായി ആരോ ബോധപൂർവ്വം ഉണ്ടാക്കിയ കഥയാണതെന്നും അദ്ദേഹം പറഞ്ഞു. മഠാധിപതിയിൽ നിന്നും വ്യത്യസ്തമായ നിലപാടാണ് ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ സ്വീകരിച്ചത്. എ.കെ. ആന്റണി ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. ശ്രീനാരായണീയർക്കേറ്റ മനോവിഷമം എന്തു ചെയ്താലും മാറ്റാനാകില്ലെന്നും സ്വാമി ശുഭാംഗാനന്ദ പറഞ്ഞു. അന്ന് നടന്നത് നരനായാട്ടാണ്. ഇപ്പോഴത്തെ ഖേദപ്രകടനത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. നിയമവാഴ്ച നടപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെങ്കിലും അതിന് പല വഴികൾ വേറെയും ഉണ്ടായിരുന്നു. സർക്കാർ നിയോഗിച്ച ഉപസമിതിയുടെ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിട്ടില്ലെന്നും ശിവഗിരിക്കേറ്റ മുറിവുണക്കാൻ കഴിയില്ല എന്നും സ്വാമി ശുഭാംഗാനന്ദ പ്രതികരിച്ചു. ശിവഗിരിയിൽ പോലീസിനെ അയച്ചതിന് പിന്നാലെ നടന്ന സംഭവങ്ങളിൽ പലതും നിർഭാഗ്യകരമാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ എ.കെ. ആന്റണി പറഞ്ഞത്. ശിവഗിരിയിൽ അധികാരം കൈമാറാനുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചില്ലെങ്കിൽ സർക്കാരിനെതിരെ കോടതി ലക്ഷ്യത്തിന് കേസെടുക്കുമെന്ന് പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് പോലീസിനെ അയച്ചത്. ശിവഗിരിയിൽ ഉണ്ടായത് സർക്കാർ ഉണ്ടാക്കിയ പ്രശ്നമല്ല. ഇതിനെയാണ് ഞാൻ എന്തോ അതിക്രമം കാണിച്ചു എന്ന് 21 വർഷമായി പാടിക്കൊണ്ടിരിക്കുന്നതെന്നും ആന്റണി പറഞ്ഞു. സംഭവത്തെക്കുറിച്ചുള്ള ജുഡീഷ്യൽ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും പരസ്യപ്പെടുത്തണമെന്നും ആന്റണി ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ KPCC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ശിവഗിരിയിലെ പോലീസ് നടപടി സംബന്ധിച്ച് എ.കെ. ആന്റണി വിശദീകരിച്ചത്. UDF ഭരണത്തിലെ പോലീസ് അതിക്രമത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചതോടെയാണ് ആന്റണി പ്രതികരിച്ചത്. 1995 ശിവഗിരി തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്വാമി പ്രകാശാനന്ദയ്ക്ക് മതേതര ആത്മീയ കേന്ദ്രത്തെ കാവ്യവൽക്കരിക്കുമെന്ന് പറഞ്ഞ് അധികാരം കൈമാറാൻ മറുവിഭാഗം തയ്യാറായില്ല. ഇതോടെ പോലീസിനെ ഉപയോഗിച്ച് അധികാര കൈമാറ്റം ഉണ്ടാക്കണമെന്നും ഇല്ലെങ്കിൽ കോടതി ഇലക്ഷൻ നേരിടേണ്ടി വരുമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. തുടർ ചർച്ചയിലും പ്രശ്നപരിഹാരം ഇല്ലാതായതോടെയാണ് പോലീസിനെ അയച്ചത്. 2004 കേരള രാഷ്ട്രീയം വിട്ട് താൻ ഡൽഹിയിലേക്ക് പോയതോടെ ഇക്കാര്യങ്ങളിൽ സത്യം പറയാൻ ആളില്ലാതെയായി. മരിച്ചില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അപ്രിയ സത്യങ്ങളടക്കം തുറന്നു പറയുമെന്നും എ.കെ. ആന്റണി കൂട്ടിച്ചേർത്തു. അതേസമയം എ.കെ. ആന്റണിയെ പിന്തുണച്ചാണ് കെ. മുരളീധരൻ രംഗത്തെത്തിയത്. മുത്തങ്ങയിലും ശിവഗിരിയിലും UDF നിലപാടാണ് ആന്റണി നടപ്പാക്കിയത്. ആയുധങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പഴകിത്തുരുമ്പിച്ച ആയുധമെടുത്ത് പ്രയോഗിക്കുന്നു. അത് പിണറായിയുടെ ശൈലിയാണ്. ആ ശൈലിയെ ഗൗരവത്തോടെ എടുക്കുന്നില്ലെന്നും ജനം നോക്കുന്നത് ഇന്നത്തെ അവസ്ഥയാണെന്നും കെ. മുരളീധരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ദേശീയ വന്യജീവി സങ്കേതത്തിലെ കയ്യേറ്റക്കാരെ തുരത്താൻ 3 തവണ കേന്ദ്രത്തിന്റെ താക്കീതുണ്ടായതോടെയാണ് മുത്തങ്ങയിൽ പോലീസ് നടപടി ഉണ്ടായതെന്നാണ് ആന്റണി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്.